നമസ്കാരം. എല്ലാവരും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോ എടുക്കാൻ എത്തിയിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ മണ്ണുത്തിയിലുള്ള ബിജുവേട്ടൻ്റെ നല്ല വിശേഷങ്ങളായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടിപൊളി ഡോഗ്സിൻ്റെ വിശേഷങ്ങളായിട്ട് നമുക്കിനി കാണാം. ബൈജു കനൽസ്, ബൈജു തന്നെയാണ് എൻ്റെ പേര്. ഇതിപ്പോൾ നമ്മുടെ ഏതൊക്കെ ഡോഗ്സ് ഉണ്ട്? ഇപ്പോൾ എൻ്റെ കയ്യിൽ ബീഗിളുണ്ട്, പഗ്, ഡാഷ്, പോം, ലാബ്, റോട്ട്, പിന്നെ ബുള്ളുണ്ട്, ഫുൾമാഷിപ്പ് പ്രായമാണല്ലോ. ഡോബർമാൻ മെയിനായിട്ട് ബ്രീഡിംഗ് ആണ് അല്ലെങ്കിൽ നമ്മൾ മാറ്റിംഗ് ആണ്. ബ്രീഡിങ് ഷെഡ് ഈഗിളാണ്. ഈഗിളൊക്കെ ഷെഡ് ചെയ്യാനുള്ള മെയിലുകളാണ് രണ്ടും. ഇതിപ്പോൾ എത്ര വർഷമായി ഫീൽഡിൽ വന്നിട്ട്? ഇത് 20 വർഷമായി ഞാൻ ഈ ഫീൽഡിൽ അങ്ങനെ വളർത്തി തുടങ്ങിയിട്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ കൊടുക്കാനായിട്ട് ഇപ്പോൾ ഏതെങ്കിലും എടുക്കുന്നുണ്ടോ? കൊടുക്കാൻ ഇപ്പോൾ ഇവൻ്റെ പപ്പീസുകൾ എടുക്കാറാവണം. ബീഗിളിൻ്റെ പപ്പീസ് എടുക്കാറുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞാൽ എടുക്കാറാവും. നമ്മളിപ്പോൾ ബ്രീഡിങ് നോക്കാൻ മറ്റേ മെയ്റ്റിങ് സ്റ്റഡിങ് മാത്രം കൊടുക്കാനൊക്കെ ഇത് ബ്രീഡിങ് നോക്കാൻ ഇവിടെ സൗകര്യം കുറവുള്ള കാരണമാണ്. സ്ഥല സൗകര്യം കുറവാണ്. ഷെഡ് സർവീസ് മാത്രമാണ് ഉണ്ടായിരുന്നു. ഫീമെയിൽസൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. അത്യാവശ്യം നല്ല ഡോഗ്സിൻ്റെ നമ്മുടെ കളക്ഷൻ ഇല്ല. ഇവനൊക്കെ ഇമ്പോർട്ടൻ്റ് കുട്ടിയാണ്. നമ്മുടെ സർട്ടിഫൈഡും നോൺ സർട്ടിഫൈഡും ഇത് വീക്കിൽ രണ്ടും സർട്ടിഫൈഡാ. അല്ല മറ്റു ഡോഗ്സും എല്ലാം അത് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുണ്ട്. ലാബുണ്ട്, പിന്നെ സർട്ടിഫൈഡ് ആണ്. ഫോമില്ല, ഫോമിന് സർട്ടിഫിക്കറ്റ് ഇല്ല. ഫുഡ് നമ്മൾ കാലത്ത് ഡ്രൈ ഫുഡ് കുറേശ്ശെ കൊടുക്കും, കുറേശ്ശെ. പിന്നെ ചോറും ഇറച്ചിയും എല്ലാ ഡോഗ്സിനും. ഇവൻ അധികം ചോറ് കഴിക്കില്ല, ഇറച്ചി. ഇല്ല, അവൻ രണ്ടാളിൽ ഇവൻ കഴിക്കും. ഇവൻ കൂടുതൽ ഡ്രൈ ഫുഡ് കഴിക്കുള്ളൂ. മെയിനായിട്ട് സ്റ്റഡ് സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും മരുന്നുകളോ അങ്ങനെ അത് വിറ്റാമിൻ ഗുളികൾ ഡെയിലി കൊടുക്കുന്നുണ്ട് അവർക്ക്, ഡെയിലി ഫുഡിന്. അപ്പോൾ നമുക്ക് ഇനി ഓരോന്ന് പരിചയപ്പെടാം. ഇത് ബീഗിള്. ഇവൻ സർട്ടിഫൈഡ് ആണ്. രണ്ട് ബീഗിളും സർട്ടിഫൈഡാണ്. ഇതിപ്പോ എത്ര ഏജിന്? ഇവന് 2.5 വയസ്സായിട്ടുണ്ട്. 2.5 വയസ്സ്. അവന് 16 മാസം. 16 മാസം. കളറ് ഈ ഡ്രൈ കളറിന് ഡിമാൻഡ് ഉള്ളോ? ഡബിൾ കളർ ഡിമാൻഡ് കുറവാ. രണ്ടും ഡ്രൈ കളറാ. നല്ല പ്രൊഡ്യൂസേഴ്സ് ആണ്. സൂപ്പർ. നല്ല മാർക്കിങ്ങും ഇല്ലേ. ഇതിലിപ്പോ ഹൈറ്റ് അനുസരിച്ച് ഹൈറ്റ് ചിലമാരുണ്ട്. ഇവര് അത്യാവശ്യം കറക്റ്റ് സൈസാ. രണ്ടാളും കറക്റ്റ് സൈസാകണ്ടല്ലേ. ഹൈറ്റ്, മാർക്കിങ്ങും കളറൊക്കെ. ഇത് ബീഗിൾ സ്റ്റഡ് പീസ് വാങ്ങണില്ലേ, പപ്പീസ് മാത്രം. ഫ്രീ ആണ്. പപ്പി മാത്രം. നമുക്ക് ഇഷ്ടമുള്ള ഒരു പപ്പി. ഇപ്പൊ പപ്പി എടുക്കുന്നുണ്ട്. ബീഗിള് സ്റ്റഡ് ചെയ്ത പപ്പി എടുക്കുന്നുണ്ട്. അതിപ്പോ സർട്ടിഫിക്കറ്റുകൾ 30. മെയിലും കിടക്കുന്നുണ്ട്, ഫീമെയിലും കിടക്കുന്നുണ്ട്. നമുക്ക് എടുക്കാം, ഇഷ്ടം എടുക്കാം. ബീഗിളിപ്പോ എങ്ങനെയുള്ളവർക്ക് വാങ്ങാനാണ് നല്ല? ബീഗിള് പെറ്റായി വളർത്താൻ വാച്ചിങ് ഡോഗ് എന്ന് പറയാനില്ല, പെറ്റ് ഡോഗ്. എന്നാലും അത്യാവശ്യം വാച്ചിങ് ഉണ്ട്. ഇപ്പോൾ പോലീസ് ഡോഗിലേക്ക് എടുത്തിട്ടെന്ന് പറയുന്നു ബീഗിള്. ഇവരെങ്ങനെ പിള്ളേർക്കൊക്കെ സിമ്പിൾ സുഖമായിട്ടല്ലേ? ഇവരെ മെയിൻ്റെനൻസ് എങ്ങനെ പറഞ്ഞത്? കുഴപ്പമില്ല, അങ്ങനെ സിമ്പിളായിട്ട് തന്നെയാണ്. കുളിപ്പിക്കലും ഫംഗസൊന്നും അങ്ങനെ കയറുന്ന ഇതല്ല. അസുഖങ്ങൾ കുറവാണ് അവർക്ക്. കണ്ടില്ലേ, അസുഖങ്ങൾ കുറവാ. ഹെയറും കുറവായതുകൊണ്ട് ഹെയറും കുറവാണ്. നമുക്ക് എങ്ങനെ കുളിപ്പിക്കലൊക്കെ ആഴ്ചയിൽ കുളിപ്പിക്കാം. മാസത്തിലായാലും കുഴപ്പമില്ല. നമ്മൾ ഡെയിലി ബ്രഷ് ചെയ്യണല്ലേ?
നമ്മൾ ഇവിടുന്ന് പപ്പീസിനെ ട്രാൻസ്പോർട്ടേഷൻ ചെയ്ത് കൊടുക്കണ്ടേ? അതിപ്പോൾ വണ്ടികളുണ്ടല്ലോ. ആ കേരളത്തിൽ ഫുള്ളായിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വണ്ടി നമ്മൾ തൃശ്ശൂർ കൊണ്ടുകൊടുത്താൽ മതി. ശക്തനിൽ എത്തി കഴിഞ്ഞാൽ എത്തിച്ചു കൊടുക്കും. അപ്പോൾ ഓൾ കേരള നമ്മൾ പപ്പീസിനെ ഡെലിവറി ഉണ്ട്. പിന്നെ ഒരു ബീഗിളിനെ കുറിച്ച് പിന്നെ സ്പെഷ്യലായിട്ട് പറയാനുള്ളത് എല്ലാവർക്കും ലേഡീസിനൊക്കെ നോക്കാൻ പറ്റും. എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പൊ നല്ല മാർക്കറ്റ് ഉണ്ടല്ലോ. ബീഗിൾ നല്ല മാർക്കറ്റ് അല്ലേ? ഇപ്പോൾ ഒരു 30-35 ദിവസം ആകുമ്പോഴേക്കും പപ്പി ഒന്ന് എടുത്തു പോകുന്നുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും സെയിം ഏജ് ആണോ? അല്ലല്ല, ഇവന് 2.5 വയസ്സ് കഴിഞ്ഞു. അവന് 16 മാസമായിട്ടുള്ളൂ. സ്റ്റഡിങ് തുടങ്ങി? അവൻ സ്റ്റഡ് ചെയ്ത് തുടങ്ങിപ്പോ. ഇറങ്ങിയിട്ടില്ലേ പപ്പി? റിസൾട്ട് ആയിട്ടുണ്ട്. സ്കാൻ ചെയ്തു. ഇവർക്ക് മിനിമം എത്ര പപ്പീസൊക്കെ ഇറങ്ങി? ഇവന് 7 വരെ ഇറങ്ങിയിട്ടുണ്ട്. 7 ഇറങ്ങണ്ടല്ലോ. ഇവര് ബ്രീഡിങ്ങിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? മറ്റേ എങ്ങനെയാ? ചിലത് സിസേറിയൻ വരുന്നുണ്ട്. അത് അപൂർവം ചിലവര്. വേറെ അങ്ങനെ ഇപ്പൊ ഈ അടുത്ത് 2 ലിറ്റർ സിസേറിയൻ ആയിട്ടില്ല, നോർമലാണ്. ഇവര് സ്പെഷ്യൽ എന്തെങ്കിലും കെയർ കൊടുക്കേണ്ട ആവശ്യമുണ്ട് ബ്രീഡിങ് ടൈമിലൊക്കെ? ഇല്ലില്ല, സാധാ മാതിരി തന്നെ എല്ലാ നായ്ക്കളും നോക്കണ മാതിരി തന്നെ. നമ്മളിപ്പോൾ നല്ലൊരു ബീഗിളിനെ സെലക്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെ എന്തിട്ടൊക്കെ നോക്കണം? നമ്മളവരെ മാർക്കിങ് കണ്ടില്ലേ? ഹെഡിൻ്റെ ഫുൾ മാർക്കിങ്, മാസ്ക് മാർക്കിങ്, വാല് സ്റ്റഡി ആയിട്ട് പിടിച്ച് അതിൻ്റെ വാലിന് തുമ്പത്ത് വൈറ്റ് ടച്ച്, കാല് 4 പാച്ചൊന്നും ഇല്ലാത്ത നോക്കി എടുക്കുക. ഡ്രൈ കളർ ഡിമാൻഡുള്ളോ? ലെമൺ കളർ ഡിമാൻഡ് കുറവാ. രണ്ടും ട്രൈ കളറാ. രണ്ട് പഗ് വരും. ഇതിന് 3 വയസ്സായിട്ടുണ്ട്. അവന് 1.5 വയസ്സ്. അതെ, രണ്ടുപേരും സർട്ടിഫൈഡാ. ഇതിപ്പോ പഗ്ഗിന് 1000 പപ്പി. പഗ്ഗിന്റെ പപ്പി ഇപ്പൊ കിടക്കുന്നുണ്ട്, ലിറ്ററായി കിടക്കുന്നുണ്ട്. 5 ദിവസമായിട്ടുള്ളൂ. ഇതിപ്പോ ആവുമ്പോഴേക്ക് എടുത്തു കൊണ്ടുപോകും പപ്പി. ഇതിപ്പോ പഗ് പേപ്പറിൽ 15, പേപ്പറിലത് 12. കഴിഞ്ഞപ്പോ പോണ ആൾക്കാരെ എല്ലാം ഇങ്ങനെ ഓരോ പെറ്റായിട്ട് വളർത്തണ ഇതിലാണ്. അറ്റാച്ച്മെന്റ് ഭയങ്കര അറ്റാച്ച്മെന്റ് തന്നെയാണ്. പിള്ളേർക്കായാലും കണ്ടില്ലേ, നല്ല ഫ്രണ്ട്ലിയാ. ഫുഡൊക്കെ തന്നെ നമ്മൾ കൊടുക്കണ തന്നെ. ഈ കാലത്ത് ഈ എല്ലാവർക്കും അങ്ങനെ കൊടുക്കാം. സെയിം. കുറേശ്ശെ ഡ്രൈ ഫുഡും കൊടുക്കും. കാലത്ത് ഡ്രൈ ഫുഡും വൈകിട്ട് ചോറും അത് കൊടുത്താൽ മതി. ഇവർക്ക് ഫുഡ് കൊടുക്കുമ്പോൾ എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഇല്ലില്ല, സാധാരണ ഇവർക്ക് അങ്ങനെ ശ്രദ്ധിക്കൊന്നും വേണ്ട. നമ്മളിപ്പോൾ ഡ്രൈ ഫുഡ് പാത്രത്തിൽ കാലത്ത് വെച്ച് കൊടുക്കും. പിന്നെ ചോറും ഡ്രൈ ഫുഡ് തന്നെ കൊടുത്താൽ നമുക്ക് മുതലാവില്ല എല്ലാവർക്കും. പിന്നെ അവർക്ക് വല്ല പെട്ടെന്ന് അസുഖങ്ങൾ അങ്ങനെയൊക്കെ അസുഖങ്ങൾ ഇവർക്ക് ഇൻഫെക്ഷൻ വരും. തൊണ്ടയിൽ ചെറിയൊരു ഇത് ഇടയ്ക്ക് വരും, തുമ്മല് ആകത്തുള്ളൂ. അപ്പം നമ്മൾ അതിൻ്റെ മരുന്ന് വാങ്ങി കൊടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഡോക്ടർ 5 വയസ്സ് അതും അങ്ങനെ നമ്മൾ കുളിപ്പിക്കുമ്പോൾ മാത്രം തുടയ്ക്കുക, തന്നെയുള്ളൂ. പപ്പീസ് ഇപ്പോൾ റെഡിയിൽ കിടക്കുന്നുണ്ട് ഒരു സ്ഥലത്ത്. ലിറ്ററായി കിടക്കുന്നുണ്ട് നമ്മുടെ കയ്യിൽ. ഫീമെയിലുകൾ ഇവൻ്റെ തന്നെ. ഇത് നമ്മുടെ വരുന്ന റോട്ടില്ലേ? ഇത് മെയിൽ. വേറെ ഇതൊരു മെയില്, വേറെ മെയിലുണ്ട്. റോട്ട് നമ്മുടെ എത്ര ഉണ്ട്? റോട്ട് 2 മെയിലുണ്ട്. 2 മെയിലുണ്ടല്ലോ. ഇവൻ സർട്ടിഫൈഡ് ആണോ? ഇത് ഇമ്പോർട്ടൻ്റ് കുട്ടിയാണ്. കോങ്ങിൻ്റെ ലൈനേജ്.
ഇതിനിപ്പോൾ എത്ര വയസ്സുണ്ട്? ഇതിനിപ്പോൾ 2 വയസ്സ് കഴിഞ്ഞു. 2 വയസ്സല്ലേ? ഇവൻ്റെ പേര് ബ്രൂണോ. അതിനുണ്ട് ഇവൻ്റെ പപ്പീസൊക്കെ? പപ്പി സൂപ്പർ പപ്പിയോ. നമ്മളിത് മാറ്റിങ്ങിന് സ്റ്റഡിങ്ങിന് 2 മേലുള്ളൂ. ഇവൻ്റെ പപ്പീസൊക്കെ എത്ര റേറ്റ് നമ്മുടെ? ഇതിന് 15-20 റേഞ്ചൊക്കെ ആയിട്ട് വെക്കണം. പേപ്പറിലെത്തി 20, 15, പേപ്പറിൽ 20. ഇവൻ്റെ സ്റ്റാർട്ടിങ് ഫീസും? ഇവന് 1000 പപ്പിയും. ആ നല്ല ലൈനേജ് പറഞ്ഞുള്ളത്? ആ സൂപ്പർ ലൈനേജ്, കോങ്ങൻ്റെ ലൈനേജാ. എത്ര പപ്പീസൊക്കെ നമുക്ക് കിട്ടാറുണ്ട്? ഇത് 8-9 മീനുണ്ട്. മിനിമം 8? ആ മിനിമം 9-8 റേഞ്ചൊക്കെ വീഴുവന്. 6 മീനുണ്ട് കേട്ടോ. കയറി ബ്രൂണോ കയറി. പിന്നെ ഇവനാണ് സൈലൻ്റ് ആണോ അല്ലെങ്കിൽ? വയലൻ്റ് ഒന്നുമില്ല, സൈലൻ്റ് തന്നെയാണ്. ആ 2 മെയിലും നമ്മുടെ കയ്യിലുള്ള സൈലൻ്റാ. ആ ഇവനെ ഇത്തിരി ഒരു ചെറിയൊരു ഇടയ്ക്കൊരു ടെമ്പർ കാണിക്കുക. പിന്നെ റോട്ട് വീലേഴ്സിനെ കുറിച്ച് എങ്ങനെ പറയാനുള്ളത്? റോട്ട് നല്ല വാച്ചിങ് ഡോഗ് തന്നെയാണ്. പിന്നെ ഗാർഡിങ്ങിന് പറ്റിയ ഏറ്റവും നല്ല പിന്നെ വളർത്ത രീതിയാണല്ലോ നമ്മൾ. 1 man dog ആക്കാം, എങ്ങനെ വേണമെങ്കിൽ വളർത്താം. ഫുഡ് നമ്മൾ ഇറച്ചിയും ചോറും മൊത്തമായിട്ട് വയ്ക്കും, ഒന്നിച്ച് വയ്ക്കും. പിന്നെ ഡ്രൈ ഫുഡ് കാലത്ത് കുറേശ്ശെ കൊടുക്കും. 2 നേരം. കാലത്ത് കുറേശ്ശെ ഡ്രൈ ഫുഡ് കൊടുക്കും. ആ പിന്നെ ഇറച്ചിയും ചോറും വൈകിട്ട്. പിന്നെ ഈ സ്റ്റാർട്ടിങ് പർപ്പസ് വേറെ എന്തെങ്കിലും അതിനുള്ള വിറ്റാമിൻ മരുന്നുകളുണ്ട്, അത് ഡെയിലി കൊടുക്കും നമ്മൾ. ആ വൈറ്റമിൻ സിനെയും പിന്നെ കൗണ്ട് മരുന്നൊക്കെ ഉണ്ടല്ലോ. ആ അത് ഡെയിലി ടാബ്ലറ്റിൻ്റെ അത് കൊടുക്കും. ഇപ്പം ഉള്ളത് കൊടുത്തു. ഇപ്പം ലിറ്ററായി എടുക്കുന്നുണ്ട്. ആ ഒരാഴ്ച ആയിട്ടുള്ളൂ. നമുക്ക് ഇവിടെ വലിയ മാറ്റിങ് ഇല്ല, കുറവാണ് നമുക്ക്. എല്ലാം മൊത്തത്തിൽ കുറവ്, ഒരു ഉള്ളിലേക്കല്ലേ. ആ 2 ഡാഷ്. ഇത് ചോക്ലേറ്റും അത് ബ്ലാക്കും. ബ്ലാക്ക് ആൻഡ് ആൻഡ്. ആ ഷോർട്ട് ടൈപ്പ് അല്ലേ. ആ നല്ല വാച്ചിങ് ഡോഗിനായിട്ട് ഉപയോഗിക്കേണ്ട ഭക്ഷണം. ഫുഡും കുറവാ. നല്ല ഗാർഡിങ് ആയിട്ട് നോക്കാം നമുക്ക്. വാച്ചിങ് ഡോഗിന് ഏറ്റവും നല്ലല്ലേ ഡാഷ്. ഇവരൊക്കെ നമുക്ക് സ്റ്റഡ് ഫീസ് ഒക്കെ എത്ര വരുന്നത്? ഇത് 500 പപ്പി. ആ ഇവരെ കുട്ടികളിപ്പോ ഇപ്പോ ഉള്ളത് എടുക്കുന്നുണ്ട്. ഇപ്പോൾ ആയിട്ടില്ല, എടുക്കാറായിട്ടില്ല. നമ്മൾ ആയപ്പോൾ ആൾക്കാർ ബുക്കിംഗ് ഉണ്ട്, വിളിക്കും. ഇതിപ്പോ എത്ര റേറ്റ് വരുന്ന കുട്ടികൾ? ഇത് 5 രൂപ. ഡാഷ് പപ്പി 5 രൂപ. കളർ അനുസരിച്ച് റേറ്റ് വ്യത്യാസം? ആ ചോക്ലേറ്റ് ഡിമാൻഡ് ഉണ്ട്. കിട്ടും. ഇതിപ്പോ നമ്മളിൽ പറഞ്ഞ ലാബല്ലേ? ആ ലാബ് വേറെ മെയിലുണ്ട്. ലാബ് 5 മെയിലുണ്ട്. മൊത്തം 5 മെയിലുണ്ട്. മൊത്തം 5 മെയിലുണ്ട്. വേറെ കളറുകൾ മാറ്റാം. ഇത് വൈറ്റ്. ഇത് നല്ല പ്യൂർ വൈറ്റ്. ആ ഇത് വൈറ്റ് ആണ്, നല്ല പാൽ വൈറ്റ് ആണ്. കളറ് ചെളിയ ആ പൊടി. ആ സർട്ടിഫിക്കറ്റ് ഉള്ളത്. ഇത് 500 പപ്പിയും. ആ ആ വൈറ്റ് ഇറങ്ങും, നല്ല വൈറ്റ് ഇറങ്ങുന്നുണ്ട്. ആ
ഇവരെ മെയിൻ്റെനൻസ് ഒക്കെ എങ്ങനെയാണ്? ഫുഡും കാര്യങ്ങളൊക്കെ? ഇത് ഫുഡ് സാധാ ഫുഡ് തന്നെ, നമ്മളെല്ലാവർക്കും ഒരേ മാതിരിയല്ല കൊടുക്കുക. ഡാഷും പഗ്ഗും ഫോമും. പിന്നെ ഇവർക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഡോക്ടർമാർ ഡേറ്റ് തന്നെ ചിലവർക്ക് 2 ഡേറ്റ് വരും, ചിലവർക്ക് 3 ഡേറ്റ് കൊടുക്കും ക്രോസ് ചെയ്യാൻ തന്നെ അവർക്ക്. അപ്പം എങ്ങനെയായാലും 500 രൂപ വാങ്ങുള്ളൂ നമ്മൾ. ഇതിപ്പോൾ 6, 8, 11 വരെ വീണുണ്ട്. ആ 11 വീണിട്ടൊക്കെ കിട്ടില്ല. അപ്പം അത്രയും നന്നായി കെയർ ചെയ്യുന്ന തന്നെ പപ്പീസ് കിട്ടണമെങ്കിലേ. ആ വൈറ്റ് കളറും പിന്നെ ബ്ലാക്ക് തള്ളയ്ക്ക് അഞ്ചാൽ ബ്ലാക്കും വീഴുന്നുണ്ട്. ആ മദർ ബ്ലാക്ക് അഞ്ചാൽ അതേമാതിരി ബ്ലാക്ക്. വൈറ്റ് അല്ല, ചോക്ലേറ്റ് ഉണ്ട്, പിന്നെ ബിസ്ക്കറ്റ് കളറുണ്ട്. 2 വൈറ്റ്, 1 ചോക്ലേറ്റ്, 2 ബിസ്ക്കറ്റ് കളർ. ആ നല്ല പ്രൊഡ്യൂസറാണല്ലോ. ആ പപ്പി 9 രൂപ. പേപ്പറില്ലാത്തത് ആ പേപ്പറിൽ 15. ലാബിന്റെ ടൈൽ നോക്കാം, ലെങ്ത് കുറവ്. പിന്നെ ഹെഡ് നല്ല സൈസ്, കോമ്പാക്ട് മോഡലല്ലേ, ഷോർട്ട് ടൈപ്പാണ്. കണ്ടാ മിനിപ്പോമാണ്. ഇവനിപ്പോ 3 വയസ്സാവണം. 3 വയസ്സല്ലേ? ഭയങ്കര കുറവാ. ഇത് ഹെയറൊക്കെ നന്നായി കൊഴിഞ്ഞൊക്കെ ഇപ്പൊ ഭയങ്കര ചൂട് ടൈമായിരുന്നു. പിന്നെ ഈ കമ്പി കുട്ടിലെല്ലാം ഇറങ്ങ അതിന്റെ കളറാണ്, നല്ല വൈറ്റ് ആണ്, നല്ല ഹെയറാണ്. ഹെയറൊക്കെ കൊഴിഞ്ഞു. ഇതിന്റെ പപ്പി ആയിട്ടില്ല. ഉള്ളത് കൊടുത്തു, ഇത് കൊടുത്തു. അതിന്റെ ഇതിപ്പോ എത്ര സ്റ്റാർട്ടിംഗ് ഫീ ആണ്? ഇത് 500 പപ്പി. 500 പപ്പിയാണ്. ആ ഇതിപ്പോ വെറൈറ്റി ആണ്. ഇത് മിനിച്ചർ പിഞ്ചർ. ആ ഇത് 9 മാസമായി. ഇപ്പോൾ 9 മാസം കഴിഞ്ഞു. പോക്കറ്റ് ടൈപ്പാണ്. മാക്സിമം എത്ര സൈസ് വെക്കും? ആ ഇത് ഇത്ര തന്നെ വരുള്ളൂ. ഇതിന് വലിപ്പം വരില്ല. ഇത് ഏകദേശം തുടങ്ങിയിട്ടില്ല. ഒരു 15 മാസം കഴിഞ്ഞാൽ സ്റ്റഡി ചെയ്ത് തുടങ്ങാം. നല്ല സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ പപ്പിക്ക്. സർട്ടിഫൈഡ് ആണല്ലോ. ആ ആ സ്റ്റഡിങ് ചാർജ് എത്ര വാങ്ങണേ? സ്റ്റഡിങ് ചാർജ് 500 രൂപ. 500 രൂപ പപ്പി. മിനിയേച്ചർ പിഞ്ചർ നമ്മുടെ ഇപ്പോൾ എത്ര ഉണ്ട്? എൻ്റെ ഈ മെയിൽ മാത്രമുള്ള ഇപ്പോൾ ഇതിൻ്റെ. ആ ആ ഇതിൻ്റെ പപ്പീസൊക്കെ എത്ര റേറ്റ് വരുന്നുണ്ട്? ഇതിൻ്റെ 10 രൂപ 12 രൂപ പപ്പി. പേപ്പറുള്ള ഒരു 15 രൂപ. എല്ലാ ടൈമിലും നമ്മുടെ കയ്യിൽ പപ്പികളുണ്ടാവും. പിന്നെ എപ്പോൾ വിളിച്ചാലും പപ്പീസ് ഓൾ കേരള ട്രാൻസ്പോർട്ട്. ആ ഓ ഓ ഓ. അപ്പോൾ നമ്മുടെ ബിജാൻഡയിൽ പെറ്റ് ഡോഗ് മുതൽ ഒരു നല്ല വാച്ചിങ് ഡോഗ് ഉള്ള റോട്ട് വരെ ഉണ്ട്. എല്ലാ ടൈമും പപ്പീസൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ പപ്പീസിനൊക്കെ വേണ്ടവർ നമ്മുടെ ബിജാനെ വിളിക്കാവുന്നതാണ്. ബിജാന്റെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബിജാൻ്റെ നല്ല വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പപ്പീസിന് ആവശ്യമുള്ളവർ നമ്മുടെ ബിജാനെ വിളിക്കാമെന്നാണ്. ഓൾ ടൈം എല്ലാ പപ്പീസും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആളുടെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു കിടിലം ബ്രീഡറുടെ വിശേഷങ്ങളായിട്ട് കണ്ടുമുട്ടാം. അപ്പോൾ ഇതേപോലെയുള്ള നിങ്ങളുടെ ഫാമുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിലുള്ളൊരു വീഡിയോ ചെയ്യാൻ നമ്മുടെ ചാനലിലൂടെ വീഡിയോ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്മുടെ നമ്പർ വീഡിയോയ്ക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുത്തിട്ടുണ്ട്.